നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ചെന്നൈയിൽ തകർപ്പൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. രണ്ടാം ടെസ്റ്റ് ഈ മാസം 27 മുതൽ ഒക്ടോബർ 1 വരെ കാൺപൂരിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ തകർപ്പൻ വിജയം നേടിയ ടീം ഇന്ത്യ അതേ സ്ക്വാഡ് തന്നെ രണ്ടാം ടെസ്റ്റിനും നിലനിർത്തുന്നു എന്ന് BCCI ഒഫീഷ്യലി അറിയിച്ചു. സ്ക്വാഡിൽ സർഫ്രാസ് ഖാൻ ഉണ്ട്. എന്നാൽ ഇപ്പോൾ സർഫ്രാസ് ഖാനെ രണ്ടാം ടെസ്റ്റിനുള്ള സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തേക്കും എന്ന് റിപ്പോർട്ട് വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ഗൗരവ് ഗുപ്തയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇറാനി ട്രോഫിയിൽ കളിക്കുന്നതിന് വേണ്ടി, ഇറാനി കപ്പ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കുമെന്നാണ്. അപ്പോൾ ഇറാനി കപ്പ് നടക്കുന്നത് ഒക്ടോബർ 1 മുതലാണ്. ഒക്ടോബർ 1 മുതൽ മുംബൈയും റെസ്റ്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോൾ ആ മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി കളിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ടീമിൽ നിന്ന്, ടെസ്റ്റ് സ്ക്വാഡിൽ നിന്ന് സർഫ്രാസ് ഖാനെ റിലീസ് ചെയ്തേക്കും എന്നാണ് വാർത്ത. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം പ്ലേയിങ് 11 അവസരം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇറാനി കപ്പ് കളിക്കാൻ വേണ്ടി വിടുക, അത് ശരിയായിട്ടുള്ള തീരുമാനമാവും എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, മുഷീർ ഖാൻ, സർഫ്രാസ് ഖാൻ്റെ അനിയനായിട്ടുള്ള മുഷീർ ഖാൻ മുംബൈക്ക് വേണ്ടി പൃഥ്വി ഷാക്കൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യക്കെതിരെ ഓപ്പൺ ചെയ്തേക്കും എന്നുകൂടി ഗൗരവ് ഗുപ്തയുടെ റിപ്പോർട്ടിലുണ്ട്. ഇനി അവിടെയും കഴിഞ്ഞില്ല, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട്, ക്രിക്ബസിൽ വിജയ് ഠാക്കൂർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനി കപ്പിൽ മുംബൈയെ നയിക്കുക അജിങ്ക്യ രഹാനെയായിരിക്കും. സോ മുംബൈയുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ, കൂടാതെ സ്ക്വാഡിൽ ശ്രേയസ് അയ്യരും ഷാർദുൽ താക്കൂറും ഉണ്ടായിരിക്കും എന്നുകൂടി വിജയ് ഠാക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും കാത്തിരിക്കാം ഇറാനി കപ്പിലെ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.